ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഫൺ വിത്ത് മീഡിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എല്ലാ ബേബിയുടെ ദ ലബോറട്ടറി എന്ന് പറയുന്ന പാർട്ടായിട്ടാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞതിൽ എന്തോന്ന് ബ്ലാക്ക് കാറ്റിൻ്റെ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട്. നൈറ്റ് 1, നൈറ്റ് 2, നൈറ്റ് 3 ഷീപ്പിൻ്റെ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ റാബിറ്റ് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാറ്റാണ് ഗൈസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ക്യാറ്റിൽ സെക്കൻഡ് പാർട്ട് ലബോറട്ടറിയാണ് നമുക്ക് ഇനി കളിക്കാനുള്ളത്. നമുക്ക് എന്തെങ്കിലും കളിയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ പണി പാടും ഗൈസ്. ഓക്കെ, നമ്മൾ മുമ്പ് ഒരു ലിഫ്റ്റി വന്നതുപോലെ തന്നെ നേരത്തെ ന്യൂട്ട് ലിഫ്റ്റി കയറ്റി നമ്മളെ വിട്ടല്ലേ. ഇവിടെ സ്ഥലമുണ്ട് ഗസ്, ന്യൂട്ട് ലിഫ്റ്റി കയറ്റി വിട്ടല്ലേ ഗസ്. അപ്പം നമ്മളിവിടെ വന്ന് ഇറങ്ങി. ഇവിടെ ഒരു ഡോറ് തുറന്ന് കിടപ്പുണ്ട് ഗസ്. ഗസ് ഇവിടെ നമ്മൾ നിന്നപ്പോഴത്തേക്കും ആ ഡോറ് തുറന്നു ഓടിപ്പോയി. എന്തായാലും നമുക്ക് ന്യൂട്ട് ഇവിടെ നിൽപ്പുണ്ട് ഗസ്. എന്താണ് ഇവിടെ ഒരു വാളൊക്കെ ഉണ്ട്. ന്യൂട്ട് അതിലേക്കൂടെ ഏതോ പറഞ്ഞു. എന്തായാലും നമുക്ക് ഇവിടെ ഒരു ഡോറുണ്ട് ഗസ്. ഇത് ലോക്കാണ്, ഇത് ലോക്കാണ്, ഇത് ലോക്കാണ്. പിന്നെ എന്തായിരുന്നടാ ഇവിടെ ഡോർ എടുത്ത് വെച്ചിരിക്കുന്നത്? പൊട്ടന്മാരാ നമ്മൾ. നമുക്ക് ആ ഡോറിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇത് ഇത്രേ തുറക്കുള്ളൂ ഗേസ്. ബാക്കിൽ എന്തെങ്കിലും ചടച്ച് വെച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ഗേസ്. നമുക്ക് എന്തായാലും ഇനി ഫോട്ടോ യെല്ലോ ബേബി മഹാ ഓക്കെ. ബേബി കുറച്ച് നമ്മളെ തന്നെ നോക്കുന്നത് പോലെയല്ലേ അല്ലേ ഗീസ്? നമുക്ക് ഇവിടെ ഒരു നേരത്തെ ന്യൂട്ട് അതിലേക്കൂടെ പറഞ്ഞു വിട്ടപ്പോൾ ഇതിലേക്കൂടെ വന്നു ഗീസ്. ഓക്കെ, നമുക്കിനി എന്തെങ്കിലും ഇവിടെ ഒരു സംഭവമുണ്ട് ഗീസ്. പിന്നല്ലോ അത് നമുക്കറിയാമല്ലേ, കഴിഞ്ഞതിൽ ചെയ്തപോലെ ന്യൂട്ടിനടുത്ത് കൂടെ വയ്ക്കുമ്പോഴത്തേക്കും ഇത് തുറന്ന് വരും. ഇത് ഓപ്പൺ ആക്കണം. ഓക്കെ, ഒരു സ്ഥലം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഗേസ്. ഓക്കെ, ഇവിടെ ഒരു ചെടിയുണ്ട് ഗേസ്. നമ്മളെ കടിക്കുമെന്നാണ് തോന്നുന്നത് ഗേസ്. കുറച്ച് ഡേഞ്ചറസ് ചെടിയാണ്. അയ്യോ, അങ്ങോട്ട് പോകണ്ട ഗേസ്. ന്യൂട്ട് ഈ ചെടി വന്ന് എന്താ ചെയ്ത് ഹാർവെസ്റ്റിംഗ്. ഓക്കെ, ഹാർവെസ്റ്റിംഗ് എന്നൊരു സംഭവം കിട്ടുന്നുണ്ട്. ആകാശിക്കണം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ ഇങ്ങനെ തന്നെ ആകാശത്ത് നിൽക്കും ഗേസ്. ഗ്രാവിറ്റി ഇല്ലെന്ന് ഗിറോസ്ഫിയറാ. നമുക്ക് ഇവിടെ ഒരു കാടും പടലൊക്കെ ഉണ്ട് ഗേസ്. ഇവിടെ ഒരു വാൾവുണ്ട്. ആ വാൾവ് തുറന്നാണ്ട് ഇവിടെ വന്നില്ലോ. പിന്നെ ഇവിടെ ഒരു ചന്ദ്രൻ്റെ സംഭവമുണ്ട്. ഇവിടെ മതിൽ പൊട്ടി കിടപ്പുണ്ട്. ഇതിലേക്കൂടെ നോക്കി നമ്മൾ ഇന്നാൾ കണ്ടൊരു പൂച്ചയില്ലേ ഗീസ്, ആ പൂച്ച അവിടെ ഇരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഗീസ് എൻ്റെ ഈ ഡോറിൻ്റെ കീ ആണ് തൂങ്ങി കിടക്കണം. അവിടെ ഒരു വാൾവുണ്ട്. ഇവിടെ കൂടെ നമുക്ക് എന്തെങ്കിലും ഇട്ട് അതിലേക്കൂടെ കിട്ടുമായിരിക്കും. ഈ ന്യൂട്ടോടെ എന്തോന്ന് പ്ലസ് പിങ്ക് ബേബിക്ക് കൊടുക്കണം. ഇവിടെ ഓൾറെഡി ഒരു റെഡ് സംഭവം ഉണ്ട്. നമുക്ക് അതേപോലെ ഇതിന് ഇവിടെ ഇടണം. അങ്ങനെയാണ് അവർ പറയുന്നത് ഗൈസ്. ഓക്കെ, ഇതിനവിടെ ഇട്ടിട്ടുണ്ട്. ഇനി പ്ലസ് നമുക്ക് ഈ വാൾവ് കറക്കണം. ഇത് ഓപ്പൺ ആക്കണം. ഓക്കെ, നമുക്കിതും കൂടെ കാണിക്കണം. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് തുറന്നു വിടണം.
ഒരു പിങ്ക് കളർ ലോഷൻ വന്നിട്ടുണ്ട് ഗീസ്. ഓടേ ഇതാ പറഞ്ഞു ഗീസ്. നീടെ ബോട്ടിൽ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ബോട്ടിൽ കിട്ടും ഗീസ്. ആ ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. ബോട്ടിൽ എന്തൊരു സംഭവിക്കണ? അയ്യോ ഗീസ്, മറ്റേ ബേബിയുടെ പ്രേതം വന്ന് ചിരിക്കണ. പോടാ ഇറങ്ങി. ഇതെന്തോന്ന് മാഗ്നറ്റാണ് ഗീസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ റെഡ് പ്ലസ് ബ്ലൂ മാഗ്നറ്റ്, ഗ്രീൻ പ്ലസ് റെഡ് ഒരു വെയിറ്റ് ആണ് ഗീസ്. പിന്നെ പർപ്പിൾ പ്ലസ്, പിന്നെ അവിടെ ആരോ കത്തിച്ച് കളഞ്ഞിരിക്കുന്നുണ്ട് ഗീസ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ബേബിക്ക് കൊടുത്തിട്ട് ഒരു പറഞ്ഞോലേ കാന്തമെല്ലാം വെച്ച് കണ്ട ബേബിയുടെ അടുത്ത് കണ്ട ബേബിയുടെ അടുത്തൊരു കീ ഒന്നുണ്ട യെസ്. കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞ ബേബിക്ക് കാന്തം കൊടുത്തപ്പോഴത്തേക്കും ഒരു കീ വന്നാൽ ഈ ഡോറിൻ്റെ ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, ഇവിടെ ഒരു വാൾ ഇരിപ്പുണ്ട് ഗീസ്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം പറ്റും. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാമല്ലേ ഗീസ്. ഇവിടെ ഫ്രിഡ്ജുണ്ട് ഗീസ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട്. ഡോറ് തുറക്കുന്ന ഇവിടെ ആണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന സംഭവം കണ്ട. ഇതാണ് തടഞ്ഞു വെച്ചിരിക്കണം. ഇവിടെ ഒരു തടി കണ്ട ഗീസ്, ഇതാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ഓക്കെ, നമുക്കിനി എന്തായാലും ആ വാൾവ് നമുക്കെടുത്ത് കൈ നോട്ട് എമർജൻസി വരുമ്പം ബേബിയിൽ വായിക്കാത്ത കുത്തി കയറ്റാവുള്ള ഗീസ്, അതറിയാമല്ലേ. നാളെ ആവശ്യം വന്ന് ഇവിടെ വാൾവ് വയ്ക്കണം. എന്നാൽ ഇത് അതിലേക്കൂടെ എടുത്തോണ്ട് പോവില്ലേ. അവിടെയും ഒരു വാൾവ് ഉണ്ട്. എനിക്കൊരു ഐഡിയ കിട്ടി ഗീസ്. കണ്ട വാൾവ് കിട്ടി. ന്യൂട്ട് പറഞ്ഞു വാൾവ് വേണമെന്ന്. ഇനി ഒരു ഐഡിയ ഉണ്ട് ഗീസ്. നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇത് നേരെ ബേബിയുടെ വാക്കകത്ത് കുത്തി കയറ്റിയിട്ട് ഇത് കറക്കി ഇതിൻ്റെ അകത്ത് ബേബിയെ പറഞ്ഞു വിടണം. ഓക്കെ ഗീസ്, ഇതിൻ്റെ അകത്ത് ബേബിയെ പറഞ്ഞു വിടുമ്പോൾ ബേബി ഞാൻ പറഞ്ഞ ഈ പയ്യൻ വരുമ്പോഴത്തേക്ക് ഈ കീ എടുത്തോണ്ട് വരും. ഓക്കെ, റിട്രീവ് ദ കീ. ഓക്കെ, തുറക്കാം. ഓക്കെ, ഒരു പുതിയ റൂമിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തോന്ന് എന്തെല്ലോ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ആകെപ്പോട്ട് ഒരു ബുക്കുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു ലോഗോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഗസ്. ഇനി ഇറങ്ങാൻ പോകണമല്ലോ, കാറിൻ്റെ ലോഗോ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഗസ്. ഈ സ്വിച്ച് ഓണാക്കിയോ. എന്താ ഫൈൻഡ് എ വേ അപ്പ്. മണ്ടയിലോട്ടൊരു ഡോറുണ്ട് ഗസ്. ആ മണ്ടയിലോട്ട് പോകാനുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കണം. സ്വിച്ച് ഓണാക്കി ന്യൂട്ട് എങ്ങ് വന്നിട്ടുണ്ടോ? ന്യൂട്ട് എവിടെ? ഇടങ്ങ് ഇവിടെ ഒരു മെഴുകുതിരി ഉണ്ട് ഗസ്. അതേപോലെ മെഴുകുതിരി ഉള്ളിടത്തൊക്കെ ഈ ലോഗോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലോഗോ ഉണ്ട് ഗസ്. ഈ മെഴുകുതിരി ഉള്ളിടത്തൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ബേബി കണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മണ്ടയിലോട്ട് പോവാം. ഇവിടെ വലിയ ഇതൊന്നുമില്ല, നമുക്ക് ഇറങ്ങിപ്പോവാം. ഓക്കെ ഗസ്, ഇവിടെ ന്യൂട്ടിനെ വെക്കാനുള്ള സംഭവം ഉണ്ട് ഗീസ്. ന്യൂട്ട് എങ്ങനെയുണ്ട്? ന്യൂട്ടിനടുത്ത് ഇവിടെ അങ്ങ് വയ്ക്കാം ഗീസ്. ഓക്കെ, ഇതിങ്ങനെ കറങ്ങുന്നുണ്ട് ഗീസ്. ഇവിടെ ബേബി എന്താ ഗീസ്? അതുകൊണ്ട് ഇവിടെ കണ്ട ഗീസ് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അവിടെയും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാമേ, ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിനങ്ങ് ഊരിക്കളയാം. എന്നിട്ട് ന്യൂട്ടിനെ വിടാം ഗീസ്. കേറ്. ഓക്കെ, ഇവിടെ എന്തോ ഉണ്ട്.
ഓക്കെ, ഒരു സർക്കിളിൻ്റെ അകത്തൊരു സ്ക്വയർ ഗീസ്. മറക്കാതെ ഓർമ്മിച്ച് വെച്ചോളണം. പിന്നെ നേരെ ന്യൂട്ടെ വന്നോ. ഇങ്ങോ അതിനെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നില്ലടാ അവരുടെ അടുത്ത്. തീയും വെള്ളമൊക്കെ പിന്നീട് നീ വന്നാണ്. അടുത്ത് ഇവിടെ അല്ലേ, ഇവിടെയാണ് ഗീസ്. അതിവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ന്യൂട്ടിനെ ഊരാം. ഓക്കെ ഗൈസ്, ബേബി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിത് ക്ലൈംബ് മണ്ടയിലോട്ട് പോവാം. ട്രയാങ്കിളിൽ ഒരു ഈക്വൽറ്റ്. ഓക്കെ, നമുക്ക് ഇനി ആ ഡോറിലോട്ട് കണക്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇവിടെ ഓക്കെ, കറക്റ്റ് തന്നെ ഗൈസ്. ഇങ്ങോട്ട് നീ പൊക്കോടെ. ഓക്കെ, ഫോളോ എ വേ അപ്പ്. എനിക്കറിയോ താഴെ ഒരു ചെറിയൊരു വഴിയുണ്ട് ഗൈസ്. ലോക്കാ. സെർച്ച് ഫോർ ദ ഡോർ കോഡ് വേണം. ആ കോഡ് നമ്മൾ കണ്ടല്ലേ. ഓക്കെ, ഇതാണ്. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നല്ലേ? ഇത് തന്നെ. പിന്നെ ഇവിടെ ഒരു ഇത് തന്നെ ഗൈസ്. ഇതിൻ്റെ കിട്ടി. ഓക്കെ, തുറന്നിട്ടുണ്ട് ഗൈസ്. പിക് ബുക്കൊക്കെ വെച്ച് എന്തോന്നാണ് ഗൈസ് ഉപയോഗം? എനിക്ക് ഗൈസ് ഇവിടെ എന്തോന്നു? ദ ബ്ലാക്ക് കാറ്റ് ഹോണററി സ്റ്റിക്കർ. ഇവിടെയാണ് ഗൈസ് ആ ബ്ലാക്ക് കാറ്റിൻ്റെ വീട്. നമുക്കിത് തുറക്കാൻ പറ്റും. താഴോട്ടൊരു വഴിയുണ്ട്, ക്ലൈം. ഓക്കെ, പതുക്കെ ഇറങ്ങണം. അയ്യോ, ഇപ്പോൾ ഗൈസ് ഒരു ബേബി വന്ന് നമ്മളെ തറയെ തള്ളിയിട്ടിട്ടുണ്ട്. ആ ചെറുക്കന് ഭ്രാന്താണ് ഗൈസ്. ഡിസ്കവർ ദ സീക്രട്ട് ഓഫ് ഫോട്ടോഗ്രാഫിയാ. ഫോട്ടോഗ്രാഫിക്കും സീക്രട്ടൊക്കെ ഉണ്ടോ? ഇതൊക്കെ തുറക്കാൻ പറ്റുമല്ലേ? ഓക്കെ, ഫോട്ടോ എടുത്തേക്കാം. നോ ഫിലിം. ഇവിടെ ഒരു സ്വിച്ചൊക്കെ ഉണ്ട് ഗൈസ്. ഒരു മിനിറ്റ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. പക്ഷെ ഇവിടെ ഈ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സ്വിച്ച് ഇല്ലല്ലേ. ഇറ്റ്സ് ബ്രോക്കൺ. ഈ കയറിയിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും പുതിയ സ്വിച്ച് ഗൈസ്. പിന്നെ ഇതൊക്കെ ലോക്കഡാണ്. ഇവിടെ ഒരു ഡോറുണ്ട്. ഫിലിം പ്രൊജക്ടർ. പിന്നെ ഇവിടെ ഒരു വെള്ളമുണ്ട് ഗൈസ്. പിന്നെ എന്തൊന്ന് ടേക്ക് ക്യാമറ ഫിലിം. ഇതെടുത്ത് ഇതിൻ്റെ അകത്ത് ഇറങ്ങണമല്ലേ? എനിക്കറിയാമല്ലേ. പിക് ബ്ലാങ്ക് ഫിലിം. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇറങ്ങണോ? പിന്നെ എന്തോ നീ പറഞ്ഞൊക്കെ പോകും. ഇനി ഇങ്ങനെ നേരെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇറങ്ങണം. പോണം. എന്തരടേ ഇത്? നോ പിക്ചർ ടു ഡെവലപ്പർ. എന്തരടേ പറയണ? ഇതെന്താണ് ഈ സംഭവം? എന്തരാണ്? അങ്ങനത്തെ തെറിച്ചൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഡോർ എവിടെ? ഈ ഡോർ ഇവിടെ തുറക്കാൻ പറ്റും. നമുക്ക് ഇതിനെ കൊണ്ട് ഇവിടെ ഇടണോ? ഇവിടെ തന്നെ. ഓക്കെ, നമുക്ക് ഫോട്ടോ ബേബി ഒരു ഫോട്ടോ എടുത്തേക്കാം. നമുക്ക് ബേബി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ബാക്കിൽ. നമുക്ക് ഇനി ഇതിനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടണം. ഇതെന്തരടെ? ഡെവലപ്പ് ദ ഫിലിം. ഇതിൻ്റെ അകത്ത് ഇടണമല്ലേ? ഇത് നമുക്ക് നേരെ ഇവിടെ തന്നെ കേസ്. ഇങ്ങനെ ഇനി ഇതിൻ്റെ അകത്ത് ഇടണം. നേരത്തെ എടുത്ത ഫോട്ടോ കണ്ട് ഇതാണ് ഗസ്. എന്തായാലും അതിന് വെളിയിലോട്ട് പോയിട്ട്
ഓ കിട്ടി കിട്ടി കിട്ടി. എനിക്ക് മനസ്സിലായി ഗീസ് എങ്ങനെയാണെന്ന്. നമുക്ക് ഇതിന് ഒരെണ്ണം എടുത്തിട്ട് ആ സ്വിച്ച് ശരിയാക്കണം ഗീസ്. കയറി ഫോട്ടോ എടുക്കണം. നീ ഇതെടുത്ത് ഇതിലിടണം. ഇതിലല്ല പറയാൻ പോലെ വെള്ളത്തിലായിരുന്നു ഗീസ്. നമുക്ക് ഇതിനടുത്ത് വെള്ളത്തിലിടണം. എന്താ കൊച്ചു പയ്യൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഗീസ്. നമുക്ക് ഇതിനടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെളിയിലോട്ട് പോവാം. വഴിയോടെ നോക്കിയത് ലോക്കഡ് തുറ. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓ ശരിയായി. സ്വിച്ച് ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഈ ഡോർ തുറക്കും. ഓക്കെ ഇവിടെ എന്തൊരു സംഭവം ഹാർവസ്റ്റ് ഇവിടെ ഒരു ഡെഡ്. ഓ അത് ചത്ത ഗീസ്. അങ്ങനെ നമുക്കറിയാമല്ലോ. നമുക്ക് ഇതിനെ എടുത്ത് അതിൽ കൊണ്ടിട്ട പഴയ ഇതിനെ തൊലഞ്ഞ സാധനത്തിന് പുതിയതാക്കി തരും കേസ്. ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്കുന്നുണ്ട് ഇവിടെ ഒരു ഇതിന് ജീവൻ വന്നിട്ടുണ്ട്. പച്ച കളർ പ്ലാന്റ് ആണ്. എന്താ നോട്ടീസ് ഓൺ ദ വേ. ആ ഇവൻ വന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല കേസ്. ന്യൂട്ട് വന്നാൽ പിന്നെ ഇവനെ നൈസായിട്ട് അങ്ങ് തട്ടും. എന്നിട്ട് ഹാർവസ്റ്റ് ആണ്. ഹാർവസ്റ്റ് നമുക്ക് കിട്ടും കേസ്. ഡോറ് തുറന്നാണ് ന്യൂട്ട്. ഡോറ് ഇത് ഏത് ഡോറെന്നറിയാം കേസ് നിങ്ങൾക്ക്? എടേ ഇത് മറ്റേതല്ലേ? അയ്യോ വന്നാണ് നീ. ആ ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു ഇത് നമുക്ക് തുറന്ന് വന്നപ്പോഴത്തേക്കും ഇത് ലോക്കഡ്, ഇവിടെ ഒരെണ്ണം ലോക്കഡ്, ഇവിടെ ഒരെണ്ണം ലോക്കഡ്. ആ രണ്ട് ലോക്കഡായ ഡോറാണ് കേസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എന്തൊരു ഇതിനെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തില്ല, അതേപോലെ ചെയ്തേക്കാം. ഇവിടെ കൊണ്ടിടാം. ഓക്കെ എന്നിട്ട് ആ ബുക്കിൽ കൊടുത്തിരിക്കണ പോലെ നമുക്ക് നോക്കി ചെയ്യാം. ഗ്രീൻ പ്ലസ് റെഡ് ആണ് കേസ്. നമുക്ക് റെഡും ഗ്രീനും കൂടെ ഓപ്പൺ ആക്കാം. കൊച്ചു പയ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഓൺ ആക്കാം. ഓക്കെ കേസ് ഇത് വെയിറ്റ് ആണ് കേസ്. വെയിറ്റ് ഓ ഈ വാൾവ് തുറന്നു. ചെറിയൊരു പ്രശ്നം പറ്റി. മറ്റേതൊക്കെ ഓപ്പൺ ആയി കൊടുത്തു. നമുക്ക് ഇനി ഇതൊന്നും തുറന്നു. ബ്ലൂ കളറാണ് കേസ്. ബോട്ടിലെടുക്കാം. ഇനി എന്തരടി വന്നിട്ടുണ്ട് കേസ്. ഓക്കെ ഇത് വെയിറ്റ് ആണ് കേസ്. വെയിറ്റ് ഈ വെയിറ്റ് ഇതിന് കൊടുക്കാം. തടിമാടനായിട്ടുണ്ട് കേസ്. നമുക്ക് ഡേ പിന്നെ കൂടെ നടക്കാൻ പോലും വയ്യടാ. ഓക്കെ നമ്മളെ തടിമാടൻ ബേബിയാണ് ഈ കാണുന്നത്. നമുക്ക് ഇവനെ വലിച്ചെറിയാം കേസ്. കേസ് അപ്പം നമുക്ക് ഇവനെ കൊണ്ട് നേരെ നടക്കാൻ പറ്റുന്നുണ്ട് കേസ്. നീ പോടാ, നിന്നെ ഇവിടെ ആർക്കും വേണ്ട കേസ്. വെയിറ്റ് നമ്മളിവിടെ കയറി നിൽക്കുമ്പോൾ അത് തുറക്കും. ഓ മനസ്സിലായി. ന്യൂട്ടി തന്നെ പറഞ്ഞു തന്നെ കേസ്. നമുക്ക് അവിടത്തേക്ക് വെയിറ്റ് വേണം. നമുക്ക് ബേബിയുടെ വെയിറ്റ് ഉണ്ടല്ലോ കേസ്. ബേബിക്ക് നമുക്ക് മറ്റേ എന്തോന്ന് ഇത് കൊടുക്കാം കേസ്. മറ്റേ എന്തോന്ന് ഈ വെയിറ്റ് പറഞ്ഞ സംഭവം. നമുക്കിനി ഇവനെ കൊണ്ട് പോയി ഇവനെ കൊണ്ടങ്ങ് വെക്കാം കേസ്. ഓക്കെ ഗേസ് ഉണ്ട്. ഇവനെ നമ്മൾ നൈസായിട്ട് ഇവിടെ അങ്ങിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും കണ്ട് ഇത് പകുതിയെ തുറന്നുള്ളൂ ഗേസ്. ബാക്കി തുറന്നിട്ടില്ല. എനിക്കപ്പോൾ പോകാൻ പറ്റത്തില്ല ഗേസ്. നമ്മൾ ഇവ ഇങ്ങ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവൻ്റെ വെയിറ്റ് പോയി. തടിമാടനായിരുന്നാണ്. ഒരു ഐഡിയ കിട്ടിയ കേസ്. എനിക്ക് നോക്കിയോ
നമുക്ക് ഇവന് ഈ ബോട്ടിൽ എടുത്തിട്ട് ഇവനിത് കൊടുക്കണം. എന്നിട്ട് ഇവനെടുത്ത് നമുക്ക് ആ വാൽവിൻ്റെ അകത്തൂടെ നമുക്ക് അവനെടുത്ത് ഇട്ടാലാ ഗൈസ്. അപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് എത്തും. ഓക്കെ, നമുക്കിനി ഓടി അവിടെ പോയി നിൽക്കാം. അവൻ്റെ വെയിറ്റ് കുറഞ്ഞു. ഓക്കെ, തുറന്നിട്ടുണ്ട് ഗൈസ്. ഓ, നമ്മളും എത്തി. ഓ, സെറ്റ് ഗൈസ്. ഇനി തുറക്കോ തന്നെ. ഓക്കെ, അത് ലോക്കായിട്ടുണ്ട് ഗൈസ്. നമ്മളിനി പുതിയൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് സാഹസികമായി. ന്യൂട്ടൻ നല്ല റോബോട്ടാണ് ഗൈസ്. അതുകൊണ്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്തോന്ന് ഓക്കെ, ഒരു ടൂണൊക്കെ കേൾക്കാണ്ട്. ബേബി അവിടെ കിടപ്പുണ്ട്. ഇതേ എന്തിനാണ് എടുക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഞാനിപ്പം ഇതൊക്കെ എവിടെ കിടന്ന ഗെയിം ഗൈസ്. ഇപ്പം എവിടെ എത്തിയെന്നുണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നു. നമുക്ക് ലാസ്റ്റത്തെ ഹാർവെസ്റ്റാണ് ഗൈസ്. അതിൽ നമുക്ക് 4 ഹാർവെസ്റ്റ് ഇറക്കാൻ പറ്റും. ഇത് ലാസ്റ്റത്തെയാണ്. ന്യൂട്ടേ, ഞങ്ങൾ തട്ടിക്കളാ. എടാ പോടാ ബേബി, ഇറങ്ങി. ന്യൂട്ട് ഡേഞ്ചറാണ് ഗൈസ്. ബേബി ന്യൂട്ടിനെ പിടിച്ച ന്യൂട്ട് ബേബിയെ പിടിക്കാൻ പോകുന്നു. അവിടെയൊക്കെ ബേബി എടാ ന്യൂട്ടേ. യെസ്, ന്യൂട്ടിന് ദേഷ്യം കയറിയിട്ടുണ്ട്. എന്താ കളി? അതായിരിക്കുന്നു. പിടിക്കാൻ പോലും പറ്റില്ല. നമുക്ക് എന്തായാലും നേരെ പോയി എന്നിട്ടൊരു ന്യൂട്ട് പറഞ്ഞില്ല. നമുക്ക് നേരത്തെ ചെയ്ത പോലൊരു കാര്യം ചെയ്യണം. ഇതിനെടുത്ത് ഇതിൻ്റെ അതിടാം. എന്നിട്ട് നമുക്ക് വലിച്ചങ്ങ് വിടാൻ. ഓ, കിട്ടി. മതിയല്ല. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നാടാ നിനക്ക്. ഇതിനെടുത്തങ്ങ് നമുക്ക് കൊക്ക ഇടാൻ. ടാറ്റ. ബസ് പോയിട്ടുണ്ട്. നിൽക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊന്നും കൂടെ ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് കൂടി ഇനം നമുക്ക് നോക്കാം ഗൈസ്. ഇവന് ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റാം. എന്നിട്ട് നമുക്ക് വലിച്ചങ്ങ് വിടാം. ഓക്കെ, പോണു. ഓക്കെ, അപ്പം ഇനി ഏരിയയിലേ വരൂലെന്നാണ് തോന്നുന്നത്. ഹാർവെസ്റ്റ് ഒറിജിനൽ ഫ്ലവർ. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ ഈ ചെടിയും കൂടെ നമുക്ക് നൈസായിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ആ ഡോറ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ കൊണ്ടുപോകാം. നിങ്ങളുടെ തീനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഓ ബേബി എന്താ പെട്ടു. എൻ്റെ പൊന്നോ ഡേ, എങ്കിലും ടൂണൊക്കെയാണ് കേസ് ഇവിടെ. സൂര്യനെ കാണിച്ചോണ്ട്. ഓക്കെ ഗൈസ്, എന്തോന്ന് നമ്മുടെ യെല്ലോ ബേബിയുടെ എന്തോന്നാണ് ചാപ്റ്ററിൻ്റെ പേര്? ലബോറട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. നമുക്കിനി ലാസ്റ്റ് ചാപ്റ്ററാണ് ഗൈസ്. ലാസ്റ്റ് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ യെല്ലോ ബേബി തീരും. കോളീസിയൻസ് എന്നാണ് ഗൈസ് എൻ്റെ പേര്. നമുക്കിനി ആ ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ കളിക്കാം. ഇപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.
ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ.